മനസ്സിലായ? പിന്നെ കാലതാമസമൊന്നുമില്ല. എന്തുകൊണ്ട് കാലതാമസമില്ല? കാരണം ആത്മാവിൻ്റെ സ്വാധീനത്തിലാണ് നടപ്പിലാക്കുന്നത്. മനസ്സിലായ? എനിക്ക് അതുകൂടി വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പം തൊട്ട് അവിടെ അറ്റാച്ച്മെൻറ്റ് വന്നല്ലേ. അപ്പം തന്നെ അറ്റാച്ച്മെൻറ്റ് വന്ന് പിന്നെ എന്താ ചെയ്യുക? പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്ത് ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ സവിശേഷതയിൽ നിന്ന് മാറി ശരീരം വിരൂപത്തിലായി. അതുകൊണ്ടാണ് രോഗം വരുന്നത്. അതുകൊണ്ടാണ് മനപ്രയാസം, ദുഃഖം, ദുരന്തം എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായോ? പിന്നെ അതിനെ അനലൈസ് ചെയ്യുന്ന ഭാഗത്തേക്ക് പതുക്കെ പിന്നെ അതിനെ അനലൈസ് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ആഗ്രഹം വന്നു. കാരണം ഇതിനകത്ത് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് അടുത്ത മറ്റൊന്നിനെ മാറി ആഗ്രഹിക്കും. അപ്പോൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി. പിന്നെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഇതിനാണ് ദുരാഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഒരാഗ്രഹമല്ല, രണ്ടല്ല, മൂന്നല്ല, പിന്നെ ആഗ്രഹങ്ങളുടെ തന്നെ ഒരു കുത്തിയൊഴുക്കായി. ആഗ്രഹങ്ങളുടെ തന്നെ ഒരു കുത്തിയൊഴുക്കായി. പിന്നെ ഈ മതവും വിശ്വാസവും ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. അതെ. കാരണം അതിനെ നല്ലൊരാഗ്രഹമാക്കി വെച്ചിട്ട് മനുഷ്യൻ കഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ എന്ന് പറയുന്ന അവസ്ഥ, മതം എന്ന് പറയും. ഒരാൾ മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ആ വ്യക്തി പറയുന്നത്? എന്താണ്? ഒരാൾ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇന്നതാണ് അല്ല. ഞാനെന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല, നമ്മളെന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല. ഇതിലെ മതത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്. പക്ഷെ ആ മതത്തിനെയും അയാൾ മനസ്സിലാക്കിയൊരു അഹങ്കാരത്തിൽ ഞാനില്ലേ, അതൊന്നും ഇവിടെ വിഷയമൊന്നുമില്ല. ആ ഞാനെന്നോടെ ഇയാൾക്ക് അവിടെ അത് എന്തൊക്കെ ഞാനെന്നുള്ള അഹങ്കാരമുണ്ട്, എന്തെല്ലാം പ്രശ്നമുണ്ട്, രോഗമുണ്ട്, ഇതൊന്നും വകുക്കുന്നില്ല. പക്ഷെ മതത്തെ നിലനിർത്താനാണ് നോക്കുന്നത്. പക്ഷെ അവിടെ മതത്തെ നിലനിർത്തുക എന്നുള്ള താല്പര്യമുള്ളൂ. മനസ്സിലായ? ഇതാണ് പൊസസീവ്നെസ്. മനസ്സിലായ? പൊസസീവ്നെസ് ഉള്ള ആൾക്കാർ അവർ എങ്ങനെയാണ്? അവർ ഇങ്ങനെയാണ്. എന്തിനെയാണ് പൊസസ് ചെയ്യുന്നത്? അപ്പം അത് ചെറുപ്പത്തിലുള്ള ആ ഒരു അത്രയും ചെറുപ്പത്തിൽ കിട്ടിയതുകൊണ്ടാണ് അത്രയും ഒരു പൊസസ്ഡ് ആയി പോയ അവിടെ. ചെറുപ്പത്തിലല്ല, ശരീരത്തിൽ കിട്ടിയത് കൊണ്ടാണ്. എല്ലാവരും ചെറുപ്പം എന്നാണ് പറയുന്നത്. പക്ഷെ ശരീരത്തിൽ കിട്ടിയത് കൊണ്ടാണ്. ചെറുപ്പം എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തെ അനുഭവിക്കുന്നവനാണ് ചെറുപ്പം എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തെ അനുഭവിക്കുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഭാഗം ചെറുപ്പകാലമുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അത് തെറ്റാണ്. മനസ്സിലായ? അത് തെറ്റായിട്ടുള്ള ഒരു ഭാഗമാണ്. മറക്കുകയല്ല, ചെറുപ്പം നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം നമ്മളെ ഉണർത്തുകയേ ചെയ്യത്തുള്ളൂ. ചെറുപ്പം എന്ന് പറയുന്നത് ബലഹീനമല്ല, വളരെ ശക്തമായിട്ടുള്ളതാണ്. ചെറുപ്പം ഒരിക്കലും ബലഹീനമല്ല. ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളത്, വളരെ ചെറുതായിട്ടുള്ളത്. ആ ചെറുതായിട്ടുള്ളതിനെ അറിയുന്നവനാണ് ശരിക്കും ജീവിക്കുന്നവൻ. വളരെ സൂക്ഷ്മമായിട്ടുള്ളതിനെ അറിയുന്നവനാണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യബോധം. മറ്റെല്ലാം സ്ഥൂലത്തിൽ കണ്ടിട്ട് സ്വപ്നത്തിലാണ്. ഇതൊക്കെ അങ്ങനെയായാൽ ഇങ്ങനെയായാൽ എങ്ങനെ ശരിയാകും? മനസ്സിലായി? ഇതൊക്കെ അങ്ങനെയായാൽ ഇങ്ങനെയായാൽ എങ്ങനെ ശരിയാകും? അതാരാണ്? ചെറുപ്പം മാതാപിതാക്കൾക്കല്ല അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലെ കുട്ടിയായി ഒരാളെ നമ്മ കാണുമ്പോൾ നമ്മളിലല്ലേ ആ ചെറുപ്പം വരില്ലേ? അതാണ് അമ്മ. അതുകൊണ്ടാണ് നമ്മൾ അമ്മയ്ക്കാണ് ഈ ചെറുപ്പം കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അമ്മയെ തന്നെ എടുക്കുന്നത്. അമ്മയ്ക്കാണ് ഈ സൂക്ഷ്മ രൂപിയെ കാണാനുള്ള കഴിവുള്ളത്. ഇത് സ്കൂളിലും കോളേജിലും പോയി പഠിച്ചിട്ട് കിട്ടണമല്ല. അതുകൊണ്ട് അമ്മയുടെ പ്രാധാന്യം, അമ്മ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, അമ്മയ്ക്ക് മാത്രമേ ഈ ചെറുപ്പത്തെ കാണാനുള്ള കഴിവുള്ളൂ. പിന്നെ മനസ്സിലായോ? അത് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും വരദാനമാണ് അമ്മ.
അമ്മയ്ക്ക് കുഞ്ഞുമായിട്ടുള്ള ബന്ധം ചെറുപ്പത്തിൽ കാണാം, സൂക്ഷ്മത്തിൽ കാണാം. അതുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറയുന്നത്. ഈ ചെറുപ്പത്തിൽ കാണുന്ന അമ്മയായിട്ടുള്ള ബന്ധമാണ് ശരിയായിട്ടുള്ള അമ്മയായിട്ടുള്ള ബന്ധം. അപ്പോഴാണ് നമുക്ക് ആശ്വാസം, ആനന്ദം. അപ്പം അമ്മയെ ബഹുമാനിക്കാത്ത വകവെക്കാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അമ്മയെ വകവെക്കാത്തൊരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ശരിയാകും? അമ്മയെ വകവെക്കാത്ത പ്രസന്റ് ജീവിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് അമ്മയുമായി ബന്ധം നിലനിർത്തി പോകുന്ന ആളാണോ? തീർച്ചയായിട്ടും, അല്ലേ? തീർച്ചയായിട്ടും. പ്രസൻറ്റിൽ പ്രസൻസ്, പ്രസൻ്റ് എന്ന് പറയുന്നത് കാലമാണ്, പ്രസൻസ് എന്ന് പറയുന്നത് ആളാണ്. പ്രസൻ്റ് എന്ന് പറയുന്നത് കാലം, പ്രസൻസ് എന്ന് പറയുമ്പോൾ ആളുണർന്നു. പ്രസൻ്റ് എന്ന് പറയുന്നത് കാലം, കോലം. പ്രസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോലം, സ്വരൂപം, അരൂപി. കാലത്തിൽ നിൽക്കുന്നത് എന്താണോ, കാലത്തിൻ്റെ ഉള്ളിൽ, കാലത്തിൻ്റെ സ്വാധീനത്തിലല്ലാതെ നിൽക്കുന്നു. അപ്പോൾ അവിടെ കോലത്തെയും ഭേദിച്ചു, മനസ്സിലായ? കോലത്തെയും ഭേദിച്ചു. കാരണം കാലത്തിലാണ് കോലം, മനസ്സിലായ? കോലത്തെയും ഭേദിച്ചു. അതെന്താണ്? അതാണ് സ്വരൂപത്തെ ശ്രദ്ധിച്ച് എന്താണ് പറയുന്നത്? അതാണ്. അപ്പോഴാണല്ലേ നമ്മൾ കാലത്തിൻ്റെ വ്യവസ്ഥകൾ കാണുന്നത്. കാലത്തിൻ്റെ വ്യവസ്ഥകളെ കണ്ട് അപ്പോൾ എന്താണ് ആത്മാവ് എന്ത് പറയുന്നോ ചെയ്യും. അപ്പോൾ അനുസരിക്കുന്ന ആരെയാണ്? ആത്മാവിനെയല്ലേ അനുസരിക്കുന്നത്. എന്തെങ്കിലും നേടാനുണ്ടോ? ഒന്നും നേടാനില്ല. അപ്പോൾ നമുക്കൊരു കുടുംബജീവിതത്തിൽ സാധ്യമാവുമോ? എവിടെയാണ് ഇത് സാധ്യമാകാത്തത്? അല്ല, ഇപ്പോൾ നമ്മൾ രാവിലെ ഇപ്പം എനിക്കിപ്പോൾ 8 മണി ആകുമ്പോൾ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോകണം, 8:45 ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതെൻ്റെ ശരിയാണ്. മോനെ പഠിപ്പിക്കുക, അവനൊരു ജോലി വാങ്ങിക്കുക, അതിൻ്റെ നമ്മുടെ സ്വാർത്ഥത എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് സ്വപ്നമാണ്, സത്യമാണ്. അത് നമുക്ക് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് എന്തിനാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്? ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് എന്തിനാ? അത് ഈ സമൂഹത്തിൽ ജീവിക്കാനല്ലേ. ഈ ഒരു സമൂഹത്തിൽ എല്ലാരും ജീവിക്കുന്ന പോലെ ഒരു ജീവിതം. എങ്ങനെ ജീവിക്കണം? അത് താങ്കൾ പറഞ്ഞതുപോലെ 1000 വർഷങ്ങളോ അതിനു മുമ്പെയോ വന്നിരിക്കുന്ന ഒരു ജനസമൂഹത്തിലെ ഓരോ മാതാപിതാക്കൾ മുന്നോട്ട്, എന്റെ അച്ഛൻ അമ്മ വരെ ഓരോന്ന് പിന്തുടർന്ന് വന്ന യഥാർത്ഥ ഒരു മനുഷ്യന്റെ ജീവിതചര്യന്ന് മാറിപ്പോയിന്ന് അറിയപ്പെടാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാന്തവിളക്കിൽ പുക ഒരുപാട് അടിഞ്ഞുകൂടി. അപ്പോൾ അത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് ഇന്നിപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ താങ്കളെ പോലെയുള്ളവർ അതിൽ താങ്കളുടെ ആ ഫിസിക്കൽ ബോഡിയോ ഒന്നുമല്ല കണ്ടല്ലേ നമ്മൾ ആകർഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴിക്ക് അങ്ങ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. ആ വഴി എന്റെ കൈ പിടിച്ച് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും, ഞാൻ പണ്ട് എന്നോ പോയി അത് മറന്നുപോയാണ്, ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഇന്നതാന്ന് എനിക്ക് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നു, ചിലത് മനസ്സിലാവാതെ അതെല്ലാം ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിന് കൃത്യമായി താങ്കൾ ചോദിച്ച മറുപടി തരാൻ കഴിയുന്നില്ല. ഇപ്പം മറുപടി തരേണ്ട ആവശ്യമില്ല അവിടെ, മനസ്സിലായി? മറുപടിയുടെ ആവശ്യമില്ല, തരാൻ കഴിയുന്നില്ലെന്നുള്ളതല്ല, മറുപടിയുടെ ആവശ്യമില്ലെന്നാണ്. പ്രവൃത്തിയിൽ തുടരുകയും, മനസ്സിലായി? അവിടെ പ്രവർത്തനത്തിലാണ് കഥയിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രവർത്തനത്തിൽ തുടരുക എന്നുള്ള, എങ്ങനെ? ഫലമിച്ഛിക്കാതെ. എവിടെയാണ് ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത്? എല്ലായിടത്തും ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഫലം എന്ന് പറയുന്ന ഭാഗം ഇവിടെ നടപ്പിലാകുന്നില്ല? കാരണം ഇവിടെ എന്തുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത് എന്താണ്? അത് അവിടെ നടന്നോളും. അത് നമ്മളല്ല നിശ്ചയിക്കുന്നത്. നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇതുണ്ടാകണം അതുണ്ടാകണം, നമുക്ക് പറ്റത്തില്ല. എന്തിന് സാധിക്കും? അതാണ് നമ്മൾ പറയുന്നത്, നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ദിവസം എന്നോട് എന്തൊക്കെ ചെയ്യാൻ പറയുന്നു ശ്രദ്ധിക്കണം.
ഇന്നത്തെ ദിവസം എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ നിഷേധിയായിട്ട് ശ്രദ്ധിക്കണേ, ഇന്നത്തെ ദിവസം എന്നോട് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ചെയ്യുന്നതിന് പകരം നിഷേധിയായിട്ട് ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും അതിൻ്റെ പുറകോട്ടുള്ള ദിവസങ്ങളുടെ നിഴലുകളെടുത്ത് ഇന്നത്തെ ദിവസത്തെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റാൻ നോക്കുന്നു. അപ്പോൾ കഷ്ടപ്പാട് വന്ന അപ്പോൾ കഷ്ടപ്പാട് വന്ന ഇന്നത്തെ ദിവസത്തെ അനുസരിച്ചാൽ പോരെ, ഇന്നത്തെ ദിവസത്തെ അനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ നാളത്തേക്കോ മറ്റന്നാളത്തോ ചിന്തയിൽ ഇന്ന് ചെയ്യാൻ നോക്കും. നാളെയും മറ്റന്നാളെന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞുപോയ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ട്രേസാണ്. നിലവാരമില്ലായ്മയെ വെച്ചിട്ട് ഞാൻ പുതിയതായിട്ടുണ്ടാക്കുന്നതാണ് നാളെ. ഞാൻ സൃഷ്ടിക്കുന്നതാണ് നാളെ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുക, നാളെ എന്ന് പറയുന്നത് എൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ മാത്രം സൃഷ്ടിയാണ്. പ്രകൃതിയുടെയോ പ്രപഞ്ചത്തിൻ്റെയോ യാതൊരു സ്വാധീനവുമില്ല. നമസ്കാരം ബേബി. അപ്പം നമ്മൾ ഈ നാളെ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാളെ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയായിട്ടുള്ള നാളെയല്ല, നമ്മളുണ്ടാക്കുന്ന നാളെയാണ്. എന്തിൻ്റെ വെളിച്ചത്തിൽ? പ്രോബ്ലത്തിന്, നിഴലിൻ്റെ വെളിച്ചത്തിൽ, നിഴലിൻ്റെ സ്വപ്നത്തിൻ്റെ വെളിച്ചത്തിൽ. അവിടെയാണ് നമ്മൾ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്. എൻ്റെ കുടുംബജീവിതം എന്താണ്? എൻ്റെ കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. എവിടെ കൂടുമ്പോൾ? ശരീരത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബജീവിതം. അല്ലേ? അപ്പം ഇത് ചലിപ്പിക്കുന്ന ആരാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ ചലിപ്പിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ ഞാനെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഞാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ തന്നെ ചലിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചലിപ്പിക്കുന്ന ആരാണ്? ഞാൻ തന്നെ എന്നെ ദ്രോഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കുമോ? ഇത് ചലിപ്പിക്കുന്നത് ആരാണ്? ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? അപ്പോൾ അവിടെ കാലം പ്രവർത്തിപ്പിക്കുന്ന ഭാഗമുണ്ട്. നമുക്ക് വിശപ്പ് വരുമ്പോൾ അത് കാലമല്ലേ പ്രവർത്തിപ്പിക്കുന്നത്? അത് കാലമാണ് പ്രവർത്തിപ്പിക്കുന്നത് വിശപ്പ് വരുമ്പോൾ. അപ്രകാരം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയാൽ നമുക്ക് ഓരോന്നിനും കൃത്യമായിട്ട് വേർതിരിക്കാം. ഇല്ലേ? നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നതാണ് മോക്ഷം. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കുമ്പോൾ ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് അവിടെ മോക്ഷം കിട്ടി. ഇതിങ്ങനെയേ പ്രവർത്തിക്കത്തുള്ളൂ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ലാണ്ട് വരുമ്പോഴാണ് മനപ്രയാസം, ദുഃഖം. അതായത് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ മോക്ഷത്തിൽ തന്നെ എത്താൻ ശ്രമിക്കുക മാത്രമേ മാർഗമുള്ളൂ, ഇല്ലേ? അതെ, പ്രവർത്തിപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്? അതുകൊണ്ടാണ് എളിമപ്പെടുക, അനുസരണ. നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണ്? നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധമുള്ളതാണോ അതോ ബുദ്ധിയിലോട്ട് പോകുന്നതാണോ? ഹൃദയത്തിലോട്ടാണെങ്കിൽ ഇച്ഛയില്ല, ബുദ്ധിയിലോട്ടാണെങ്കിൽ ഇച്ഛയുണ്ട്. വേർതിരിക്കാൻ എളുപ്പമാണ്. ബുദ്ധിയിലാണെങ്കിൽ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും, അപ്പോൾ എന്നെ നഷ്ടപ്പെട്ടു പോകും. എനിക്ക് ബുദ്ധിയിൽ പലതും കിട്ടും, അതെപ്പോഴെപ്പോഴും തോന്നും. നമുക്കൊരുപാട് കാര്യങ്ങൾ താല്പര്യം, എന്താ പെട്ടെന്ന് ഇവിടെ നിന്ന് എനിക്ക് അവസരങ്ങളോ 19 ലക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ, ഇങ്ങനെ ഇടപാട് ചെയ്ത് കഴിഞ്ഞാൽ. ബുദ്ധി ഉടനെ കാണിക്കുന്നത് എന്താണ്? ഇങ്ങനൊരു ഇടപാട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 50 ലക്ഷം രൂപ വെറുതെ ചൊളിവിൽ കിട്ടും.
പക്ഷേ ഈ ചുളിവിൽ കിട്ടുന്നത് നമുക്ക് നാശമായിട്ട് മാറും. മനസ്സിലായോ? നേരെ ചൊവ്വേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകും. ചുളിവിൽ കിട്ടിയതിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആത്മബോധത്തിലൂടെ എത്താൻ വീണ്ടും കഷ്ടപ്പാട് കൂടി. മനസ്സിലായോ? വീണ്ടും കഷ്ടപ്പാട് കൂടും. ബുദ്ധി പറയും സൗകര്യങ്ങൾ എന്താണ്, ശരീരം മർദ്ദത്തിൽ നിന്ന് മാറുമ്പോൾ സൗകര്യങ്ങൾ കുറേ കിട്ടുന്നതായിട്ട് വരും. അപ്പോൾ കാര്യങ്ങൾ തെളിച്ച് കാണാൻ തുടങ്ങും. അപ്പോൾ ബുദ്ധിപരമായിട്ട് ചില നീക്കങ്ങളൊക്കെ, ഇത് അവിടെ അവൻ കാണത്തില്ല, അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് പറഞ്ഞ കാര്യം? എന്താണ്? ശരീരത്തിൻ്റെ മർദ്ദം കുറഞ്ഞ് എൻ്റെ വിവേകം കൂടി. വിവേകം കൂടിയപ്പോൾ എനിക്കൊരു വരം കിട്ടി. ആ വരവെടുത്ത് ഞാൻ എന്തു ചെയ്ത്? ആ വരവെടുത്ത് ഞാൻ ദുർവിനിയോഗം ചെയ്തു. എനിക്ക് കിട്ടിയ വരം ഞാൻ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കി. ഇതേ കിടക്കണം. ഒരു വരം കിട്ടി. എന്താണ് വരം കിട്ടിയത്? ഒരു വരം കിട്ടി. നിനക്ക് അനായാസം ജീവിക്കാനുള്ള വരമാണ് കിട്ടിയത്. ആ വരത്തെ തകർത്ത് കളഞ്ഞ് അനായാസം ജീവിക്കാനുള്ളൊരു വരം കിട്ടിയപ്പോൾ ആ വരത്തെ തകർത്തിട്ട് 50 ലക്ഷം എടുത്ത് പിടികിട്ടിയ. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ വരം കിട്ടുമ്പോൾ നമ്മളത് നശിപ്പിച്ച് കളയരുത്. മനസ്സിലായി? വരം ഒരു വിവരമാക്കരുത്. വരമായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഈ ഭാഗം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. മറ്റേ അവിടെ ബുദ്ധി കയറും. ബുദ്ധി കയറി എക്സാക്ട്ലി. വരം ഒരിക്കലും വിവരമാക്കി സ്വരൂപത്തെ മൂടരുതും. വരമായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് പ്രാപ്തിയാണ്. എന്തിൻ്റെ പ്രാപ്തിയാണ്? ആത്മാവിൻ്റെ സ്വാധീനത്തിൽ ജനിച്ച പ്രാപ്തിയാണ്. ശരീരത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആനുകൂല്യമാണ്. മതി, അവിടെ കിട്ടി. പിന്നെ അത് വെച്ച് മറ്റൊന്നിനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതാണ് അവിഹിത ബന്ധം. അവിടെയാണ് വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞത്, മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞത്. മനസ്സിലായി? അതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും. കഷ്ടങ്ങളിൽ ഇരുന്ന് ഓടുന്നതാണോ അല്ലേ അത് അനുഭവിച്ച് തീരുമ്പോഴാണോ മോശം? കഷ്ടങ്ങളല്ല. കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മളുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. കഷ്ടപ്പെട്ടിരുന്ന് ദുഃഖം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് കഷ്ടപ്പാടുണ്ടായി? നമ്മൾ തെറ്റായിട്ടുള്ള എന്തിനോ ഒന്നിനെ അനുസരിക്കുന്നതാണ് കഷ്ടപ്പാട്. അത്രയേ ഉള്ളൂ. വേണ്ടാത്തതിനെ അനുസരിക്കുന്നതുകൊണ്ടാണ് കഷ്ടപ്പാടുള്ളത്. അതിൻ്റെ കഷ്ടപ്പെട്ട് അനുഭവിച്ച് വേദനിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എതിർക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് സത്യസന്ധത. എന്തുകൊണ്ട് എനിക്ക് വേദനിക്കേണ്ടി വരുന്നു? അതിനാണ് നമ്മൾ സത്യസന്ധത. ഞാൻ എൻ്റെ അർഹതപ്പെട്ടത് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അർഹതപ്പെട്ടതാണെങ്കിൽ അതിൽ തുടർച്ചയുണ്ട്, അതിൽ നിത്യതയുണ്ട്. എനിക്ക് കിട്ടണമെന്നുള്ള ഭാഗം വരുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടതല്ല. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് വിശദീകരണമില്ല, ഹൃദയം കൊണ്ട് അനുഭവമുണ്ട്. അപ്പോൾ ഹൃദയം തുറക്കണം. അതേ ഉള്ളൂ മാർഗം. എന്തോ ഒന്നും കൂടി. മായ എന്ന് പറയുന്ന ഭാഗം ആ ഒരു ടെമ്പററി പ്രോപ്പർട്ടി രൂപം എടുക്കുന്നത് അമ്മയ്ക്കുള്ളിലല്ലേ? അല്ല, ശരീരത്തിൽ. ശരീരം മറ്റൊരു ശരീരമിടെ അവിഹിത ബന്ധത്തിലാണ് മായ തെളിഞ്ഞു വരുന്നത്. ഹിതമല്ലാത്തതുമായിട്ടുള്ള ബന്ധത്തിൽ, ഹിതമല്ലാത്തതുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് സ്വപ്നങ്ങൾ വരുന്നത്. അമ്മയുമായുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ പറയാനുണ്ട്. അമ്മയായിട്ടുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റെക്കഗ്നൈസ്
ചെയ്യാൻ പറ്റും. അതെ, അമ്മയായിട്ടുള്ള സമ്പർക്കത്തിൽ മായ ഒഴിവാക്കാം. മനസ്സിലായി? സത്യസന്ധമായിട്ട് ആരുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മനസ്സിലായി, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരുടെ ഭാഗത്തോട്ട് എത്തിയാലും അവിടെ മായ മാറും. കാരണം ആത്മാർത്ഥം വെച്ചാൽ എനിക്ക് മറ്റൊന്ന് കിട്ടണ്ട. മനസ്സിലായി? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളുമായിട്ട് അടുക്കുന്ന ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അവിഹിത ബന്ധമാണ്. മനസ്സിലായി? അവിടെ തെറ്റു തുടങ്ങി. മനസ്സിലായി? അവളെ എങ്ങനെ സ്വാധീനിച്ച് ആത്യന്തികമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ ശരീരം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ അത് വൃത്തികേടാണ്. അവിടെ തുടങ്ങി ശാപം തുടങ്ങി. ആ വ്യക്തിയുടെ ശരീരത്തെ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാൾ ഈ ശരീരത്തെ ഏറ്റെടുക്കണം ഈ ശരീരത്തെ. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി മടിച്ചിയാവും. ശ്രദ്ധിക്കണേ, മിക്ക പുരുഷന്മാരും സ്ത്രീകളെ സ്വാധീനിക്കുന്നത് അവരുടെ ശരീരത്തിന് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇവർ ദുർബലയാവും. മനസ്സിലായോ? ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്തു കൊടുത്ത് ഈ ശരീരത്തെ ഇവരുടേതായിട്ട് സ്വന്തമാക്കി കീഴ്പ്പെടുത്തി ഇവർ ഉപയോഗിക്കാൻ തുടങ്ങും. മനസ്സിലായി? ഇവർ ഉപയോഗിക്കാൻ തുടങ്ങും. ഏറ്റവും വലിയ വൃത്തികേടാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ കുറ്റകൃത്യമാണിത്. മനസ്സിലായി? ഏറ്റവും വലിയ പാവമാണിത്. മനസ്സിലായി? ഏറ്റവും വലിയ പാവമാണ്. കാരണം മറ്റൊരു വ്യക്തിയുടെ അർഹതയിൽപ്പെട്ട ശരീരത്തിൻ്റെ പുറത്ത് നമ്മൾ അധികാരം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പാപം. മനസ്സിലാവും? കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം അവിടെ തകർന്നു. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം തകർന്നു. ഇത് എവിടെയാണ് ചൂഷണം ചെയ്യുന്നത്? ഏറ്റവും വലിയ കാപടത വർക്ക് ചെയ്യുന്ന എവിടെയാണ്? മനസ്സിലായി? ഇത് മിക്കവാറും ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ പുറത്താണ് ഈ പരിപാടികളെല്ലാം ആരംഭിക്കുന്നത്. ഒരു പെണ്ണിനെ സ്വാധീനിക്കാനാണ് നോക്കുന്നത്. മനസ്സിലായി? ഒരു പെണ്ണിനെ സ്വാധീനിച്ച് കൈക്കലാക്കുന്നു. മനസ്സിലായി? അതിനേക്കാൾ വലിയ നാശം വേറെ ഒന്നുമില്ല. അവളുടെ ശരീരത്തിനെ അവളുടെ ആത്മാവിൻ്റെ സ്വാധീനത്തിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാവുന്ന നമ്മുടെ ധർമ്മം. ഏതൊരു സ്ത്രീയോടാണെങ്കിലും അവളുടെ ശരീരത്തിൻ്റെ അവകാശം അവളുടെ ആത്മാവിൻ്റെ സ്വാധീനത്തിലോട്ട് ആക്കുക. അതാണ് ശരിയായിട്ടുള്ള ബന്ധം. മനസ്സിലായി? അതാണ് ശരിയായിട്ടുള്ള ബന്ധം. അതാണ്. അല്ലാണ്ട് എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അവളുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുക, മനസ്സിലായി? അവൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത്, മനസ്സിലായി? കണ്ണും അതും ഇതൊക്കെ കാണിച്ച്. കാരണം ഇത് പുരുഷന്മാർക്കറിയാം, ഈ തട്ടിപ്പറിയാം. പുരുഷന്മാർക്കല്ല, ആണുങ്ങൾക്കറിയാം. മനസ്സിലായോ? പുരുഷന്മാരിത് ചെയ്യത്തില്ല, ആണുങ്ങളിത് ചെയ്യും. മനസ്സിലായി? ശരീരത്തിൻ്റെ ബലഹീനത എവിടെയൊക്കെ ഉണ്ട്, മനസ്സിലായോ? ശരീരം എവിടെയൊക്കെയാണ് ബലഹീനത അവിടെയൊക്കെ സാവകാശം സ്വാധീനിച്ച് ഈ ശരീരത്തിന് സുഖം കൊടുക്കും. സ്ത്രീകൾ തന്നെത്താൻ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഭാഗം കണ്ടെത്തി ഈ ആണുങ്ങൾ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ എവിടെയൊക്കെയാണ് ഈ ശരീരം അവർ കൈകാര്യം ചെയ്യാത്തത് അവിടെയൊക്കെ ഇവർ കൈകാര്യം ചെയ്യും. അപ്പോൾ ആ സ്ത്രീക്ക് എന്ത് തോന്നും? ആ സ്ത്രീക്ക് സൗകര്യമായിട്ട് തോന്നും. സാവകാശം ഇവർ ഈ പുരുഷൻ്റെ അണ്ടറിലാവും, ഈ ആണിൻ്റെ അണ്ടറിലാവും. ഇവരറിയത്തില്ല. മനസ്സിലായോ? ഇത് ഏറ്റവും വലിയ നമ്പർ 1 ഫ്രോഡാണ്. മനസ്സിലായോ? അറിയാതെ ഇങ്ങനെ സാവകാശം സൂഹിപ്പിച്ച് അവർ ശരീരത്തെ ഉപയോഗിക്കും. ഒരു ശരീരം മറ്റൊരു ശരീരത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതവിടെ അങ്ങനെ തീരുമാനം അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. എൻ്റെ ശരീരം മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വഴിക്ക് പോയിരിക്കും. നമ്മൾ അറിയണം. നമ്മൾ ആദ്യം ചെയ്യുന്ന തെറ്റിതാണ്. നമുക്കറിയാം, മുൻകൂട്ടി അറിയാം, ഞാൻ ശരീരത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ആ പുരുഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നാൽ ഈ ആഗ്രഹം എൻ്റെ തെറ്റാണ്. മനസ്സിലാക്കാൻ. മറ്റൊരാളുടെ ശരീരമല്ലേ, ആ ശരീരം ഞാൻ ആഗ്രഹിക്കാൻ എനിക്കെന്ത് അർഹത? ഈ തെറ്റ് തിരുത്താൻ തുടങ്ങിയാൽ ബാക്കിയുള്ള എല്ലാ തെറ്റുകളും തിരുത്തും. ഈ തെറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടില്ലെന്ന് നമ്മൾ മനഃപൂർവ്വം നമ്മൾ അശ്രദ്ധ കൊണ്ടുവന്ന് നമ്മളിത് മറച്ചു വെക്കും. മനസ്സിലായി? അതും നമ്മൾ തന്നെ ചെയ്യും. ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായി? അവിടെയാണ് അഹംഭാവം വരുന്നത്.
അതുകൊണ്ടാണ് അഹങ്കാരവും അഹംഭാവവും വരുന്നത്. എന്തുകൊണ്ടാണ്? ഇങ്ങനെ തെറ്റിനെ മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അഹങ്കാരം വരുന്നത്, ദേഷ്യപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ദേഷ്യപ്പെടത്തില്ല. ഒരു ശരീരം മറ്റൊരു ശരീരത്തെ ആഗ്രഹിക്കാൻ കാര്യം എന്താണ്? കാരണം എന്താണ്? നന്മയില്ലാത്തതുകൊണ്ട്. 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 ഇപ്പം നമ്മൾ നന്മയിലാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ ശരീരം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ, ഓക്കെ, ഇങ്ങനൊരു സ്ത്രീ വരുന്നു, നമ്മളെന്താ ചെയ്യേണ്ടത്? അവൾക്ക് അവളുടെ ശരീരത്തിന് മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവളെ അവളുടെ ശരീരം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാപ്തിയിലോട്ട് എത്തിക്കാനുള്ള വഴി എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളെ സ്റ്റെബിലിറ്റി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് തന്നെ. എക്സാക്ട്ലി, അത് തന്നെ. ഒരു കാരണവശാലും അവളുടെ ദേഹത്ത് സ്പർശിക്കരുത്. പക്ഷെ അതേസമയം അവളുടെ ദേഹത്തിന് കിട്ടേണ്ട ആശ്വാസം കിട്ടുകയും വേണം. മനസ്സിലായി? നമ്മൾ ദേഹത്ത് സ്പർശിക്കരുതും എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് അവളുടെ ശരീരത്തിനോട് ആഗ്രഹമുണ്ടാകരുതും. നമ്മുടെ ശരീരം നമ്മളെ നിയന്ത്രിക്കരുതും. കാരണം അവളുടെ ശരീരം അവളെ നിയന്ത്രിച്ചിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, അവളുടെ ശരീരം അവളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആത്മബോധത്തിൽ മാത്രമേ അവളെ സ്പർശിക്കാവുള്ളൂ. കാരണം എന്താ വേണ്ട? എൻ്റെ ശരീരത്തിന് അവളുടെ ശരീരത്തിനെ ആഗ്രഹിക്കുന്ന ഭാഗം ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ കെട്ടിപ്പിടിച്ചാൽ ആ കെട്ടിപ്പിടുത്തം ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ആലിംഗനം ചെയ്താൽ അത് അവിടെ ആ ശരീരത്തിൻ്റെ ഭാഗത്ത് അപ്പം തന്നെ ആ വ്യക്തി സമാധാനിക്കുന്ന ഭാഗത്തോട്ട് പോകും. ആ വ്യക്തി ജഡികതയിൽ നിന്ന് മാറും. അപ്പോൾ തന്നെ ആ വ്യക്തി സമാധാനിക്കും. അത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ്. മനസ്സിലാവും? ഒരിക്കലും ആ സ്ത്രീ ശാരീരികമായിട്ട് ബന്ധപ്പെടാനായിട്ട് വരത്തില്ല. മനസ്സിലായ? ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. അത് വളരെ വ്യക്തമാണ്. മനസ്സിലായി? എപ്പോഴും ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യത്തിലല്ല സ്ത്രീയായിട്ടുള്ള ബന്ധം വരേണ്ടത്. മനസ്സിലായി? സ്ത്രീയായിട്ടുള്ള ബന്ധം ഒരിക്കലും ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യത്തിലാകരുത്. മനസ്സിലായ? അത് പുരുഷലക്ഷണമല്ല. മനസ്സിലായ? അത് പുരുഷലക്ഷണമല്ല. മനസ്സിലായ? നമ്മൾ സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് ആത്മബോധത്തിനുള്ളതാണ്. ആത്മബോധത്തിനുള്ളതാണ് സ്ത്രീ പുരുഷ ബന്ധം. ഒരു വ്യക്തി, ഒരു സ്ത്രീ നമ്മളുടെ അടുത്ത് വരുന്നു, അവളുടെ ശരീരത്തിൻ്റെ പുറത്ത് അവൾക്ക് അവകാശമില്ലാണ്ടാണ് വരുന്നത്, ആയിക്കോട്ടെ. അതുകൊണ്ട് അവളെ ചൂഷണം ചെയ്യാൻ ഒരു അധികാരമില്ല. പാടില്ല. ചെയ്താൽ എന്താണ്? പാടില്ലെന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് തുടർന്ന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാടില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നും വന്നില്ല, വരാനൊന്നുമില്ല ഇനി. കാരണം ഈ വന്നത് തന്നെയാണ് നമ്മുടെ നാശം. നമുക്ക് എന്തെങ്കിലും കിട്ടിയതാണ് നാശം. കാരണം ഒന്നും കിട്ടാതിരിക്കുന്നിടത്ത് ആത്മബോധം ഉണ്ടാകും. ആത്മബോധമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്ന ആളായിരുന്നു. മനസ്സിലായ? ശബ്ദം കേട്ടാൽ മതി. മനസ്സിലായ? ആ അവസ്ഥയിൽ നിന്ന് ഈ ഭാഗത്തോട്ട് ഞാൻ മാറുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൃത്യമായിട്ട് കണ്ടതുകൊണ്ടാണ്. മനസ്സിലായ? അങ്ങനെയാണ് ശരീരത്തിൻ്റെ സ്വാധീനത്തിലാകുമ്പോൾ അങ്ങനെയാണ്. ഇത് ശരീരത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആത്മബോധത്തിലോട്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അത് വേറൊന്നുമില്ല. ഇപ്പോഴും ശരീരത്തിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകും. അത് എപ്പോൾ വേണേലും ആകാം. മനസ്സിലായ? എപ്പോൾ വേണേലും ലൈംഗിക ഉത്തേജനം ഉണ്ടാകും. മനസ്സിലായ? അത് എന്താ കാര്യം ഇരിക്കണത്? എന്താണ്? അവിടെ വേറെ ഒന്നും നേടാനില്ല. മനസ്സിലായ? അവിടെ വേറെ ഒന്നും നേടാനില്ല. അവിടെ തുടർച്ചയില്ലെന്ന് കൃത്യമായിട്ട് കണ്ടു. എന്തുകൊണ്ട്? ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിൽ തുടർച്ചയില്ല നമ്മൾക്ക്. അതുകൊണ്ടാണ് ആ ഭാഗത്തോട്ട് പോകാത്തത്.
അവിടെ തുടർച്ചയില്ല. അവിടെ വന്ന് ലൈംഗിക ഉത്തേജനം വന്നൊരു ഓർഗാസം വന്ന് ഭയങ്കര സുഖം കിട്ടി, എന്നിട്ട് പിന്നെ എന്ത്? അവിടെ അത്